നമുക്കേവർക്കും പ്രിയങ്കരനായ VS-നെ അനുസ്മരിക്കാനായിട്ട് തയ്യാറായിരിക്കുന്ന ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഒരു ധീരനായ പോരാളിയായി തിളങ്ങി നിൽക്കുന്ന VS-നെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഈ അനുസ്മരണ സമ്മേളനം വെറും ഒരു വ്യക്തിഗതമായ അനുസ്മരണത്തില് അവസാനിക്കരുതെന്ന് എനിക്ക് സംഘാടകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. അദ്ദേഹം ഉയർത്തിയ മഹത്തായ മൂല്യങ്ങൾ, ജനപക്ഷത്തു നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ പക്ഷത്തു നിന്ന് അദ്ദേഹം കൈക്കൊണ്ട നിലപാടുകളെ ഉയർത്തിപ്പിടിക്കുവാനുള്ള കാലഘട്ടമാണ്. അതിലേക്കൊരു വലിയ ഉൾവിളിയും ക്ഷണവുമാണ് ഈ കൂടിവരവ്. ഈ കൂടിവരവിൽ ജനബാഹുല്യമല്ല, വന്നിരിക്കുന്ന ആളുകളുടെ മനസ്സുകളില് VS ഉയർത്തിയ മൂല്യങ്ങൾ, അത് രാഷ്ട്രീയ മണ്ഡലത്തിലായാലും സാമൂഹ്യ മണ്ഡലത്തിലായാലും സാംസ്കാരിക മണ്ഡലത്തിലായാലും പാർശ്വവൽക്കരിക്ക ജനങ്ങളുടെയൊക്കെ മണ്ഡലത്തിൽ നിന്നായാലും അദ്ദേഹം വളരെ വ്യത്യസ്തനായ ഒരു നേതാവായിരുന്നു. ഞാൻ ഒന്ന് രണ്ട് അനുസ്മരണങ്ങൾ മാത്രം. അദ്ദേഹത്തിന്റെ ചരമ വാർത്ത കേട്ടപ്പോൾ അദ്ദേഹത്തിന് പോയി ആദരാഞ്ജലികൾ അർപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ ഈ തിരുവനന്തപുരത്ത് തന്നെ ആയിരുന്നതുകൊണ്ട് അന്ന് രാത്രി ഒരു 10:30 10:45 AKG സെന്ററിൽ പോയി കാണാനായിട്ട് സാധിച്ചു. പക്ഷെ അങ്ങോട്ട് ചെല്ലുമ്പോൾ എനിക്ക് ധാരാളം പരിചയമുണ്ട്. എൻ്റെ നാട്ടിൽ നിന്ന് ഉൾപ്പെടെ ധാരാളം യുവതികളും യുവാക്കളും കുട്ടികളുമൊക്കെ AKG മുതൽ അങ്ങ് പാളയം അണ്ടർപാസ് വരെ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ഞാനപ്പോ അന്തം വിട്ടുപോയി. ഇത്രയും ആളുകൾ എങ്ങനെ എത്ര മണിക്കൂർ കൊണ്ട് AKGയിൽ കയറി ഈ മഹത്തായ വ്യക്തിത്വത്തിന് ആദരവർപ്പിക്കും? നമ്മളൊക്കെ കണ്ടതാണ്. അതിനെ തുടർന്നുള്ള വിലാപയാത്ര. ആ വിലാപയാത്രയില് ധാരാളം ആളുകൾ, വളരെ സാധാരണക്കാരായ ആളുകൾ, അവരുടെയൊക്കെ വാക്കുകൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ വളരെ രസകരമാണ്. അവരൊക്കെ ഈ കരുത്തനായ നേതാവ് നൽകിയ ആ കരുത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട ആളുകളായി. അതാണ് നമ്മൾ കേരളം കണ്ടത്. ഈ ഊർജം നമ്മളൊക്കെ ഏറ്റെടുക്കണം. ഞാനതുപോലെ ഈ കഴക്കൂട്ടം വഴി പോകുമ്പോൾ അദ്ദേഹം സമുന്നതനായ വലിയ നേതാവായിരുന്നെങ്കിലും കഴക്കൂട്ടത്ത് ഒരു പെട്ടിക്കടയുണ്ട്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഒരു പെട്ടിക്കടയിൽ അതുവഴി അദ്ദേഹം യാത്ര ചെയ്യുമ്പോഴൊക്കെ ആ പെട്ടിക്കടയുടെ മുമ്പിൽ ഇറങ്ങി കട്ടൻ ചായയും വടയും ഒക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഓർമ്മകൾ സ്മരിക്കുന്നതിന് വേണ്ടി ഞങ്ങളൊക്കെ ആ രീതിയിൽ അതുവഴി വരുമ്പോൾ ഈ പെട്ടിക്കടയിൽ കയറി ചായ കുടിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ആ ചായ കുടിക്കുന്ന സന്ദർഭത്തിലൊക്കെ നമുക്കൊരു വലിയ ഊർജമാണ് ലഭിക്കുന്നത്. അദ്ദേഹം പൊതുമണ്ഡലത്തിൽ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ, ആ മൂല്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ആദ്യ അന്തം രോഗശയ്യയിൽ കിടക്കുമ്പോഴും ഞങ്ങളൊക്കെ അദ്ദേഹം ഒരു സമയത്ത് ഈ സമൂഹം വഴിവിട്ടു പോകുമ്പോൾ എഴുന്നേറ്റ് ഗർജിക്കുമെന്ന് പ്രതീക്ഷിച്ച ആളുകളാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ സഹോദരിമാര്, ആശമാര് മാസങ്ങളോളം നമ്മുടെ സെക്രട്ടേറിയറ്റ് പടിക്കല് കിടക്കുകയാണ്. അവർക്ക് ന്യായമായ വേതനം നൽകാൻ, ഇത് വേതനം എന്നല്ല പറയുന്നത്, ആ വേതനം നൽകാൻ പോലും നമ്മുടെ ഭരണാധികാരികളുടെ കണ്ണ് തുറക്കാത്ത ഒരു കാലം. അതേസമയം ഇപ്പോഴും ചർച്ച നടക്കുകയാണ്. നിയമസഭാ സാമാജികന്മാർക്ക്, മന്ത്രിമാർക്ക്, അവർക്കൊക്കെ അവരുടെ വേതനം കൂട്ടുന്നതിനെ കുറിച്ച്. അവിടെയാണ് കേരളത്തിന്റെ പൊതു ആരോഗ്യ രംഗത്ത് നമ്മളൊക്കെ അഭിമാനിക്കുന്നവരാണ്. കേരളം ലോകത്തിന് തന്നെ ആരോഗ്യ രംഗത്ത് മാതൃകയാണ്. ആ മാതൃക സൃഷ്ടിക്കുന്നത് ഈ സാധാരണക്കാരായ നമ്മുടെ സഹോദരിമാരും അമ്മമാരുമാണ്. അങ്ങനെ ഈ സംസ്ഥാനത്തിന്റെ യശസ് ഉയർത്തിപ്പിടിക്കുന്ന, ഈ സംസ്ഥാനത്തിന്റെ ആരോഗ്യ രംഗത്ത് നിസ്തുലമായ സേവനം. പ്രത്യേകിച്ച് നമുക്കറിയാം, കോവിഡ് മഹാമാരി സന്ദർഭം. ഈ കോവിഡ് മഹാമാരി സന്ദർഭത്തില്
കേരള സംസ്ഥാനത്തിന്റെ ആരോഗ്യ പ്രസ്ഥാനം മാത്രമല്ല, ഈ സംസ്ഥാനം മുഴുവനും ഉണർന്ന് പ്രവർത്തിച്ചു. ആ ഉണർന്ന് പ്രവർത്തിച്ച പൊതുജനങ്ങളോട് ചേർന്നാണ് ഈ സഹോദരിമാരൊക്കെ പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് നമുക്കൊക്കെ നിലനിൽക്കാൻ സാധിച്ചത്. VS ഒരു ദിശാബോധമാണ്, നമ്മുടെ സമൂഹത്തിന് ഒരു ദിശാബോധമാണ്. ആ ദിശാബോധം വീണ്ടെടുത്തില്ലെങ്കിൽ നമുക്കറിയാം, ഇന്ന് കമ്പോളത്തെ കുറിച്ചാണ് ചർച്ച. കമ്പോളം, അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള തീരുവ, കച്ചവടം, ഇതൊക്കെയാണ് സംസാര വിഷയം. യഥാർത്ഥത്തിൽ മനുഷ്യരെ കുറിച്ചുള്ള സംസാര വിഷയങ്ങളും ഒക്കെ മാറിപ്പോയിരിക്കുന്നു. ഈ കമ്പോള ആധിപത്യത്തിൽ മനുഷ്യ മനസ്സുകളും മനുഷ്യ അന്തസ്സും മനുഷ്യന്റെ അവകാശങ്ങളും ന്യായമായ നിലനിൽപ്പും ഒക്കെ ധ്വംസിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതൊരു തുറുകണ്ണൻ സമയമാണ്, ഇതൊരു പ്രേത മുഹൂർത്തമാണ്. അങ്ങനെയാണ് കവി സച്ചിദാനന്ദൻ പാടുന്നത്. ഇതൊരു തുറുകണ്ണൻ സമയമാണ്, ഇതൊരു പ്രേത മുഹൂർത്തമാണ്. ഈ പ്രേത മുഹൂർത്തത്തിൽ ഈ നാടിനെ, നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ലോകത്തെ ഒക്കെ വീണ്ടെടുക്കുവാനുള്ള, അവിടെയൊക്കെ നന്മയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് നീതിക്ക് വേണ്ടി, സാമൂഹ്യ നീതിക്ക് വേണ്ടിയൊക്കെ പോരാടാനുള്ള ഒരു വലിയ കരുത്തിന്റെ നായകനായിരുന്നു പ്രിയപ്പെട്ട VS. ഞാൻ അദ്ദേഹത്തെ പല സന്ദർഭത്തിലും നേരിട്ട് കണ്ട് ജനങ്ങളുടെ പല പ്രശ്നങ്ങളും സംസാരിച്ചിരുന്നു. ഒരവസരത്തില് മത്സ്യത്തൊഴിലാളി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന ഒരു കാര്യം സംസാരിക്കാനായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സന്ദർഭത്തില് അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം അപ്പോൾ തന്നെ അന്ന് ഫിഷറീസ് മന്ത്രിയായിരുന്ന ബഹുമാന്യനായ ശർമ്മയെ വിളിച്ചു. മുഖ്യമന്ത്രി വിളിച്ചു പറഞ്ഞു, ഈ റിപ്രസെന്റേറ്റീവ് വരുന്ന ആ നിവേദനം വാങ്ങിക്കണം, അടിയന്തരമായി ആ പ്രശ്നം പരിഹരിക്കണം. അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട, ഏറ്റവും പിന്നിൽ നിൽക്കുന്ന, പക്ഷത്തിൽ നിൽക്കുന്ന തൊഴിലാളി വർഗത്തോട്, അവിടെയാണ് കയർ തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, ഞാനത് ദീർഘമായി സംസാരിക്കുന്നില്ല. അദ്ദേഹം ഈ രംഗത്തൊക്കെ നൽകിയ സംഭാവനകള് വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ജനമനസ്സുകളിൽ അദ്ദേഹം ഇന്നും ജീവിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചരമ വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ ഈ ആളുകളൊക്കെ തെരുവുകളിലേക്ക് വരികയും മണിക്കൂറുകളോളം പെയ്യുന്ന മഴയും കൊണ്ട് ഇന്ന് ധാരാളം അമ്മമാരും കുട്ടികളും ഒക്കെ ഉണ്ട്. അവരൊക്കെ അത് കൃത്യമായി പറഞ്ഞതാണ്. കാരണം അദ്ദേഹത്തോടുള്ള ആ പ്രത്യേകമായ സ്നേഹമാണ് ഞങ്ങളെ ഈ രംഗത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ കൈക്കൊണ്ട നിലപാടുകൾ, ആ നിലപാടുകൾ ഇന്ന് തിരുവനന്തപുരത്തോ കണ്ണൂരിലോ കേരളത്തിലോ ആലപ്പുഴയിലോ മാത്രം നിൽക്കേണ്ടതല്ല. ഈ മൂല്യങ്ങള് നമുക്ക് പൊതുസമൂഹത്തിന് വേണ്ടി, മാനവരാശിക്ക് വേണ്ടി വീണ്ടെടുക്കാൻ കടപ്പെട്ടവരാണ്. ബഹുമാന്യനായ ഷാജഹാൻ ഉൾപ്പെടെ, പ്രിയങ്കരിയായ KK രമ ഉൾപ്പെടെ അവര് നിയമസഭയിലൊക്കെ എടുക്കുന്ന നിലപാടുകൾ വളരെ ശക്തമാണ്. അവർക്ക് നമ്മുടെ സമൂഹത്തിന് വേണ്ടി വലിയ സംഭാവനകൾ ചെയ്യുവാൻ ഉത്തരവാദിത്വമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അല്ലെങ്കിൽ ഇന്ന് നിലനിൽക്കുന്ന സമാധാനത്തിന്റെ, നീതിയുടെ, സ്വാതന്ത്ര്യത്തിന്റെ ഒക്കെ ആ മൂല്യങ്ങൾ വഴുതിപ്പോകും. അത് വഴുതിപ്പോകാതിരിക്കണമെങ്കിൽ പൊതുസമൂഹത്തിന്റെ മധ്യത്തിലേക്ക് ഇത്തരം ചിന്തകൾ എത്തിക്കുവാനും ധീരമായി സാമൂഹ്യ നീതിക്ക് വേണ്ടി, അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുവാനുള്ള ഒരു പുതിയ ജനതയെ പടുത്തുയർത്തുവാനുള്ള ഒരു ഉൾവിളിയായിട്ട് ഞാൻ ഈ സമ്മേളനത്തെ കാണുകയാണ്. നമുക്കവർക്കും പ്രിയങ്കരനായ യശശരീരനായ VSന്റെ ഓർമ്മയുടെ മുമ്പിൽ ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി.